ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഫോഗാണേ, നല്ല തണുപ്പും ഉണ്ടേ പുറത്ത്. ഇപ്പം ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടേ. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ലൈബ്രറിയിൽ പോകാൻ പോവാണ്. എനിക്ക് കുറച്ച് ബുക്കൊക്കെ റിട്ടേൺ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നിച്ച് പോകാം. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ ഭയങ്കര സൂപ്പറാണ്. അപ്പം നമ്മളിപ്പം കയറാൻ പോകുന്നതിൻ്റെ പേര് ഊബാൻ എന്നാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമുക്കിപ്പം ലൈബ്രറിയുടെ അടുത്ത് തന്നെ പോയി ഇറങ്ങാൻ പറ്റുമേ. ഈ കാണുന്നത് അപ്പോത്തേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ആണ്. പിന്നെ ഈ കാണുന്ന ഒരു പിസ്സ ഷോപ്പാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാനന്ന് കാണിച്ചു തന്നില്ലേ, റവേ എന്ന് പറയുന്ന കണ്ടോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ട്രെയിൻ കയറാം. ഇവിടുത്തെ ഊബാനിലൊക്കെ ആണെങ്കിലും അധികം തിരക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ. കാരണം അതിനും മാത്രം ട്രെയിനും ബസ്സും ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അത്രയും തിരക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ബിബ്ലിയോതെക്ക് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയുടെ അടുത്താണ്. ബിബ്ലിയോതെക്ക് എന്ന് വെച്ചാൽ ലൈബ്രറി എന്നാണ് കേട്ടോ. ഇങ്ങനെയാണ് ബുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയേ. ഈ ഒരു ബുക്കുകളൊക്കെ കയറി പോകുന്നത് ഈ ഒരു മെഷീനിലൂടെയാണ് കണ്ടോ. ഇപ്പൊ നമുക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയിട്ടാണെങ്കിലും എല്ലാം റിന്യൂ ചെയ്യാൻ പറ്റുവേ. അപ്പൊ ഇന്ന് ഈ ഒരു ബിബ്ലിയോതെക്കിൽ എന്തോ ഒരു കിഡ്സിന്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇത് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഈ ഒരു കിഡ്സിന്റെ ഫ്ലോറിലാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവിടെ തന്നെ ഇരുന്ന് അവർക്ക് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, എന്ത് വേണേലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ സൈറൂന് പഠിപ്പിച്ചു കൊടുക്കാൻ 3 ബുക്സ് ആണ് ഇവിടെ നിന്ന് എടുത്തേക്കുന്നത്. ഒന്ന് ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ പേര് വരുന്നതും, രണ്ടാമത്തത് ഒരു സ്റ്റോറി ബുക്കാണ്. അവർക്ക് ഉറങ്ങുന്ന ടൈമിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബുക്ക് ഞാൻ എടുത്തേക്കുന്നത്. മൂന്നാമത്തത് ഓരോ ഷേപ്സ്, ഡിഫറെന്റ് ടൈപ്സിലുള്ള ഷേപ്സിന്റെ പേരുകളാണ് കേട്ടോ, അതുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സെയിം ഫ്ലോറിൽ തന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ മോളെ മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ എന്താ ചെയ്യുന്നതെന്ന്. ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റൂല്ലോ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഈ ഒരു മാളിലേക്കാണ് വന്നേക്കുന്നത്. ലൈബ്രറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു മാളും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മാളിന്റെ പേര് മിലാനിയോ മാൾ എന്നാണ്. ഇതിന്റെ ഉള്ളിലാണെങ്കിലും ഒത്തിരി റെസ്റ്റോറന്റുകളും ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റും എല്ലാം ഉണ്ട്. ഈ ഒരു ഫ്രൂട്ടിന്റെ പേര് പോമേലോ എന്നാണ്. ഇത് ഞങ്ങൾ ഇടക്ക് വാങ്ങിക്കാറുണ്ട്. ഇടക്ക് ഇത് പുളിയായിരിക്കും, ഇടക്ക് മധുരമായിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഈ കാണുന്നത് പീനട്ടാണ് കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുവേ. പിന്നെ ഇത് വാൽനട്ടാണ്. നമുക്കിവിടെ ബേക്കറിയിൽ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നമുക്ക് ഇതേപോലത്തെ ബ്രെഡ് കിട്ടുവേ. കുറെ ടൈപ്സിലെ ബ്രെഡ് ഉണ്ട്. ഈ ഒരു ബ്രെഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അത് സ്പിനാച്ചും ചീസും കൂടി ചേർന്നിട്ടുള്ള ബ്രെഡാണ്. അപ്പം കുറെ ബ്രെഡൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇവർ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി അപ്പ ചൂടോടെ തന്നെ അവിടെ വെക്കുന്നതാണ്. ഈ ഒരു ബോട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പ്രൈമാർക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഇപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പൊ ഞാനിന്ന് രാത്രി മൂവി നൈറ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ രാത്രി കഴിക്കാനായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രോസൺ പിസ്സ വാങ്ങിച്ചായിരുന്നേ. അതും പിന്നെ ഇത് മധുരക്കിഴങ്ങിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്, അതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു കറക്റ്റ് ടൈമും ടെമ്പറേച്ചറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഓവനിലോട്ട് എടുത്ത് വെച്ചാൽ മതിയേ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ 2 പിസ്സയും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് രണ്ടും ഞാൻ ചൂടാക്കി ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രക്കോളിയുടെ സൂപ്പാണ്. ഇപ്പൊ ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ടേ. അപ്പൊ ഞങ്ങളിന്ന് രാത്രി കാണാൻ ഉദ്ദേശിക്കുന്നത് സർവ്വമായ എന്ന ഫിലിമാണ്. ഈ ഒരു അക്വേറിയം നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ്. എൻ്റെ അജായിക്ക തന്നെയാണ് ഫുള്ള് ചെടിയൊക്കെ വാങ്ങിച്ച് ഇത് ഫുള്ള് സെറ്റാക്കി എടുത്തത്. ഏകദേശം ഒരു 5-6 മാസം എടുത്തു കേട്ടോ ആ ഒരു ചെടിയൊക്കെ ഒന്ന് വളർന്ന് എടുത്ത് സെറ്റ് ആകാനായിട്ട്. അപ്പം ഞങ്ങളിനി സർവ്വമായാണ് കാണാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.